ഹായ് ഓൾ വെൽക്കം ടു മൈ ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് ക്ലാസ് 8 മാത്സിലെ സെക്കൻഡ് ചാപ്റ്ററാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ക്ലാസ് 8 മാത്സ് എന്നുള്ള പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഓർഡർ വൈസ് ആയിട്ട് തന്നെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പേജ് നമ്പർ 18-ലെ 5th ക്വസ്റ്റ്യൻ ആണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതിലൊരു ക്വസ്റ്റ്യനും കൂടി ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ വരുന്നത് ഇൻ ദ ക്വാഡ്രിലേറ്ററൽ എ ബി സി ഡി എ ബി ഈക്വൽ ടു എ ഡി സി ബി ഈക്വൽ ടു സി ഡി. ഇതാണ് ഫിഗർ തന്നിട്ടുള്ളത്. എ ഡി സി ബി. ഇവിടുത്തെ ആംഗിൾ 30 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. ഇവിടുത്തെ ആംഗിൾ 50 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ഓൾ ദി ആംഗിൾസ് ഓഫ് ദ ക്വാഡ്രിലേറ്ററൽ. ഇതിലിപ്പോൾ ബാക്കി ആംഗിൾസും കൂടി കാൽക്കുലേറ്റ് ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ നമുക്കതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ആദ്യം തന്നെ ഇതിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നിട്ടുള്ള ഡാറ്റാസ് എടുത്ത് എഴുതുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എ ബി ഈക്വൽ ടു എ ഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ. എ ബി എന്ന് പറയുന്നത് എ ഡി ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ എന്താ തന്നിട്ടുള്ളത്? സി ബി ഈക്വൽ ടു സി ഡി. സി ബി എന്ന് പറയുന്നത് സി ഡി ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് കൺസിഡർ 2 ട്രയാങ്കിൾസ്. കൺസിഡർ 2 ട്രയാങ്കിൾസ്. 2 ട്രയാങ്കിൾസ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഏതൊക്കെയാണ് നമ്മുടെ 2 ട്രയാങ്കിൾസ്? എ ഡി സിയും എ ബി സിയും. ഏതൊക്കെയാണ്? ട്രയാങ്കിൾ എ ഡി സി ട്രയാങ്കിൾ എ ബി സി. ഈ 2 ട്രയാങ്കിൾ ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതിയെടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതി അതിൽ നിന്ന് നമുക്ക് അറിയാം എ ബി ഈക്വൽ ടു എ ഡി. എ ബി ഈക്വൽ ടു എ ഡി ആണെന്ന് അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്. എ ബിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾ ഏതാണ്? എ ബിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾ ഞാനിവിടെ എഴുതാം. ഞാൻ ഓപ്പോസിറ്റ് എന്ന് എഴുതുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്ന ചോദിക്കുന്നു. എ ബിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾ ആണ് നമ്മുടെ ആംഗിൾ എ സി ബി എന്ന് പറയണത്. അത് എന്തിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിളിന് ഈക്വൽ ആയിരിക്കും? എ ഡിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിളിന് ഈക്വൽ ആയിരിക്കും. ഇതെങ്ങനെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച ഒരു കൺസെപ്റ്റ് ആണ് കേട്ടോ. എ ബി ഈക്വൽ ടു എ ഡി. എ ബി എന്ന് പറയുന്നത് എ ഡിക്ക് ഈക്വൽ ആണെങ്കിൽ എ ബിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിളും എ ഡിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിളും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ എ ഡിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ എ സി ഡി ആണ് കേട്ടോ. ആംഗിൾ എ സി ഡി ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എ സി ബി ആംഗിൾ എ സി ബി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 50 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. 50 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ പറഞ്ഞാൽ എ ബി മേഡ് ഈക്വൽ ആണെങ്കിൽ എ ബിക്ക് ഓപ്പോസിറ്റ് വഴി വരുന്ന ആംഗിൾ ആയിട്ടുള്ള ആംഗിൾ എ സി ബിയും എ ഡിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾ എ സി ഡിയും ഈക്വൽ ആയിരിക്കും. അത് ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്. അത് എത്രയാണ്? 50 ഡിഗ്രി ആണെന്ന്. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ കണ്ടുപിടിച്ചത്? ആംഗിൾ എ സി ഡി കണ്ടുപിടിച്ചു. എ സി ഡി അതായത് ഈ ഭാഗം അത് ഞാനിപ്പോൾ കണ്ടുപിടിച്ചതാണ് കേട്ടോ. കണ്ടുപിടിച്ചത് 50 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാൽ 30, 50, പിന്നെ ഇവിടെ ഒരു ആംഗിളും കൂടി ഉള്ളൂ. ഒരു ട്രയാങ്കിൾ അല്ലേ. ട്രയാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇപ്പോൾ എഴുതാം. അതിന് മുന്നേ നമുക്ക് പറഞ്ഞിട്ടുണ്ട് സി ബി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? സി ഡിക്ക് ഈക്വൽ ആണ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതാണ്. സി ബി എന്ന് പറയുന്നത് സി ഡിക്ക് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ സി ബിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾ ആയിട്ടുള്ള ബി എ സി. ആംഗിൾ ബി എ സി അല്ലേ. സി ബിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് നോക്കിയേ ബി എ സി. സി ഡിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് ഏതാണ്? സി എ ഡി. ആംഗിൾ സി എ ഡി ആണ്. ആംഗിൾ സി എ ഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ. അതെത്രയാണ്? 30 ഡിഗ്രി ആണ്. അപ്പം നമുക്ക് ആംഗിൾ ബി എ സി ഈ ഭാഗം എത്രയാണെന്ന് കിട്ടി? 30 ആണെന്ന് കിട്ടി. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് ഈ ഒരു ഭാഗവും ആണ് കാണാനുള്ളൂ. ഈസി ആയിട്ട് കാണാം. ആദ്യം നമ്മൾ ഏത് ട്രയാങ്കിൾ? മേലത്തെ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. ട്രയാങ്കിൾ എ ഡി സി. അതിൽ ഏത് ആംഗിളാണ് കാണണ്ടേ? ഈ ഭാഗം അറിയാം, ഈ ഭാഗം അറിയാം. എ ഡി സി അതായത് ഈ ഡിയുടെ ഭാഗം ആംഗിൾ ഡി എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ട്രയാങ്കിളിന്റെ 3 ആംഗിൾ കൂട്ടിക്കഴിഞ്ഞാൽ 180 ആണ്. ആ 180യിൽ നിന്ന് ആംഗിൾ എയും പ്ലസ് ആംഗിൾ സി എന്നുള്ളത് മൈനസ് ചെയ്താൽ മതി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറേ കാര്യങ്ങൾ എഴുതിയതാണ് അല്ലേ.
അപ്പോൾ 180 മൈനസ് ആംഗിൾ എ എന്ന് പറയുന്നത് 30 ആണ്, ആംഗിൾ സി എന്ന് പറയുന്നത് 50. സോ 180 മൈനസ് 50 പ്ലസ് 30 80 ആണ്, ഈക്വൽ ടു ആംഗിൾ ഡി എന്ന് പറയുന്നത് 100 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര കിട്ടി? നമുക്ക് 100 എന്ന് കിട്ടി. നമുക്ക് ഈ അടിയിലത്തെ ഈ ആംഗിൾ മാത്രം കാണാനുള്ളൂ. അത് നമ്മൾ ഏത് ട്രയാങ്കിളാണ് കൺസിഡർ ചെയ്യുക? ട്രയാങ്കിൾ എ ബി സി. അതിൽ ആംഗിൾ ബി ഈക്വൽ ടു ടോട്ടൽ 180 മൈനസ് മറ്റേ രണ്ട് ആംഗിൾ, അതായത് ആംഗിൾ എ പ്ലസ് ആംഗിൾ സി. അപ്പോൾ എന്താ വരിക? 180 മൈനസ് ആംഗിൾ എ 30 ആണ്, ആംഗിൾ സി 50 ആണ്. അപ്പോൾ 180 മൈനസ് 80 എന്ന് പറയുന്നത് 100 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? എല്ലാ ആംഗിൾസും കിട്ടി. എല്ലാ ആംഗിൾസും കിട്ടിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിലെ ഈ ഫിഗർ ഒന്ന് എടുത്ത് വരയ്ക്കുക, എന്നിട്ട് അല്ലാതെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. അതിൻ്റെ കൂടെ ഇങ്ങനെ തന്നെ എഴുതണം. ആംഗിൾ എ എന്ന് പറയുന്നത് എന്താ? 30 അല്ല, ഈ ഒരു ഭാഗം മൊത്തം വരും അല്ലേ. അപ്പോൾ 30 പ്ലസ് 30 എന്ന് പറയുന്നത് 30 പ്ലസ് 30 60 ആണ് ആംഗിൾ എ വരിക. ഇനി ആംഗിൾ സി എന്ന് പറയുന്നതോ 50 പ്ലസ് 50, അത് എടുത്ത് എഴുതണം കേട്ടോ. 50 പ്ലസ് 50 100. പിന്നെ ആംഗിൾ ബി 100, പിന്നെ ആംഗിൾ ഡിയും 100. അപ്പം ഇങ്ങനെ എടുത്ത് എഴുതിയാലാണ് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ പഠിച്ച കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും രണ്ട് സൈഡ് ഈക്വൽ ആണെങ്കിൽ ഈ സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിളും അതേപോലെ അപ്പുറത്തെ ട്രയാങ്കിളിൻ്റെ ആ സെയിം സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിളും ഈക്വൽ ആയിരിക്കും. ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു പ്രോബ്ലംസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് 2 ആംഗിൾസ് എന്നാണ് കേട്ടോ. അപ്പോൾ അതിലൊരു കൺസെപ്റ്റ് പഠിക്കാനുള്ളത്, ഇഫ് ഇൻ 2 ട്രയാങ്കിൾസ് ദ ലെങ്ത് ഓഫ് ദ വൺ സൈഡ് ആൻഡ് ദ അതർ 2 ആംഗിൾസ് അറ്റ് ഇറ്റ്സ് എൻഡ്സ് ആർ ദ സെയിം, ദെൻ ദെയർ തേർഡ് ആംഗിൾ ആൻഡ് ലെങ്ത് ഓഫ് ദ അതർ 2 സൈഡ്സ് ആർ ആൾസോ സെയിം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു കൺസെപ്റ്റ്. അതായത് നമ്മൾ രണ്ട് ട്രയാങ്കിൾ ഇവിടെ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദ ലെങ്ത് ഓഫ് വൺ സൈഡ്, അപ്പോൾ ഇതിൻ്റെ ഒരു ലെങ്ത്തും അതുപോലെ തന്നെ ഇതിലെ ഒരു ലെങ്ത്തും സെയിം ആണെന്നുണ്ടെങ്കിൽ ദ ലെങ്ത് ഓഫ് ദ വൺ സൈഡ് ആൻഡ് ദ 2 ആംഗിൾസ് അറ്റ് ഇറ്റ്സ് എൻഡ്സ്, എൻഡിൽ വരുന്ന രണ്ട് ആംഗിളും സെയിം ആണെന്നുണ്ടെങ്കിൽ ഇതിലത്തെ തേർഡ് ആംഗിളും എന്തായിരിക്കും? സെയിം ആയിരിക്കും എന്നാണ് പഠിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നും കൂടി മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇതൊരു പാരലോഗ്രാം ആണ്. അപ്പോൾ പാരലോഗ്രാമിന് ഞാൻ നെയിം കൊടുത്തിട്ടുണ്ട് എ ബി സി ഡി എന്ന്. ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ നമ്മളിങ്ങനെ ഒരു ഡയഗണൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനെ എന്താക്കി എടുക്കാം? രണ്ട് ട്രയാങ്കിൾസ് ആയിട്ട് എടുക്കാം അല്ലേ. ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ എ ഡി സിയും ആയിട്ട് എടുക്കാം. അപ്പോൾ ഇതിൽ എ സി എന്ന് പറയുന്നത് എന്താണ്? കോമൺ സൈഡ് അല്ലേ. ഈ എ സി രണ്ടിനും ഉണ്ട് അല്ലേ, രണ്ട് ട്രയാങ്കിളിനും ഉണ്ട്. അപ്പോൾ എ സി എന്ന് പറയുന്നത് നമ്മുടെ കോമൺ സൈഡാണ്. പിന്നെ ആംഗിൾ സി എ ബി എന്ന് പറയുന്നത് നോക്കുക, ആംഗിൾ സി എ ബി എന്ന് പറയുന്നത് ആംഗിൾ ഡി സി എക്ക് ഈക്വൽ ആയിരിക്കും. ആംഗിൾ ഡി സി എക്ക്, അതായത് ആംഗിൾ സി എ ബി എന്ന് പറയുന്ന ഈ ആംഗിളും അതുപോലെ തന്നെ ഡി സി എ എന്ന് പറഞ്ഞ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. അത് ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് അതിൻ്റെ കാരണം? അതാണ് ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് കേട്ടോ. അത് ഓൾട്ടർനേറ്റ് ആംഗിൾ ആണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആംഗിൾ എ സി ബിയും എ സി ബി, അതായത് ഈ ആംഗിളും ആംഗിൾ എ സി ബിയും പിന്നെ അതുപോലെ തന്നെ ഡി എ സി ഈ ആംഗിളും, അതായത് ഈ ആംഗിളും എന്താണ്? ഈക്വൽ ആണ്. അതിൻ്റെ കാരണം എന്താണ്? ഓൾട്ടർനേറ്റ് ആംഗിൾ ആണ്. അതിൻ്റെ കാരണം ഓൾട്ടർനേറ്റ് ആംഗിൾ ആണ്. ഒരു പാരലോഗ്രാമിൻ്റെ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും, ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. കാരണം എന്താണ്? ഓൾട്ടർനേറ്റ് ആംഗിൾ ആണ്. അത് ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നതാണ്. നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് മാത്രം. നമുക്ക് പഠിക്കാനുള്ളത് ഒരു പാരലോഗ്രാം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം ആർ ഈക്വൽ. അതുപോലെ തന്നെ ദ ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എനി പാരലോഗ്രാം ആർ ഈക്വൽ. ഓപ്പോസിറ്റ് സൈഡ്സും ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ ആണ്. കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പേജ് 24 വരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്.
In each pair of triangles below, find the sides of the triangle on the right equal to the sides on the triangle of the left. അതായത് ഇവിടെ രണ്ട് ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, എ ബി സിയും പി ക്യു ആറും. ഇതിൽ രണ്ട് ആംഗിൾസ് ആണ് തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു സൈഡ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു സൈഡ് തന്നിട്ടുണ്ട് അല്ലേ, പി ക്യു ആർ. അവിടെ രണ്ട് ആംഗിൾസും തന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഭാഗം ഈക്വൽ ആണെന്ന് കാണിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ എഴുതാം. ഇതിൽ രണ്ട് സൈഡ് തന്നാൽ മൂന്നാമത്തെ സൈഡ് നമുക്ക് വേഗം കണ്ടുപിടിക്കാം അല്ലേ. ആംഗിൾ സി എന്ന് പറയുന്നത് എന്തായിരിക്കും, നമുക്ക് അറിയണ കാര്യം. ടോട്ടൽ 180 ആണ്. അതിൽ നിന്ന് മറ്റേ രണ്ട് ആംഗിൾ ആഡ് ചെയ്താൽ മതി. ആഡ് ചെയ്തത് മൈനസ് ചെയ്യുക കേട്ടോ. ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി. അപ്പോൾ ആംഗിൾ സി എന്നുള്ളത് എന്ത് കിട്ടും, 180 മൈനസ് ആംഗിൾ എ എന്ന് പറയുന്നത് 50 ആണ്, ആംഗിൾ ബി എന്ന് പറയുന്നത് 70 ആണ്. അപ്പോൾ ആംഗിൾ സി 180 മൈനസ് 50 പ്ലസ് 70 എന്ന് പറയുന്നത് 120 ആണ് കേട്ടോ. അപ്പോൾ ഈക്വൽ ടു മൈനസ് ചെയ്യുമ്പോൾ 60 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടി. ആംഗിൾ സി എത്ര കിട്ടി, 60 ഡിഗ്രി ആണെന്ന് കിട്ടി. നോക്കാം, ഈ എ ബി എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണ്, ക്യു ആർ എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എ ബി എന്ന് പറയുന്നത് ക്യു ആറിന് ഈക്വൽ ആണെന്ന് എഴുതിക്കൂടെ. എ ബി ഈക്വൽ ടു ക്യു ആർ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഒരു കൺസെപ്റ്റ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എ ബിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾ എന്താണ്, ആംഗിൾ സി. ക്യു ആറിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾ പി ആണ്. അപ്പം ആംഗിൾ സി ഇപ്പം തന്നെ കണ്ടുപിടിച്ചു. അപ്പം ആംഗിൾ പി എത്രയായിരിക്കും, അതും 60 ഡിഗ്രി ആയിരിക്കും. അപ്പം നമുക്ക് ഇവിടുത്തെ ആംഗിൾ എത്രയാണെന്ന് കിട്ടി, 60 ഡിഗ്രി ആണെന്ന് കിട്ടി. ഓക്കെ, ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ ആയല്ലോ. നോക്കുക, ഇവിടെ ഈ രണ്ട് ട്രയാങ്കിളുടെ 3 ആംഗിൾസ് സെയിം ആണ്, 50, 60, 70. ഇവിടെയും 50, 60, 70. ഒരു സൈഡും സെയിം ആണ്. അപ്പോൾ നമ്മൾ ആ കൺസെപ്റ്റ് എന്താ പഠിച്ചത്, ഒരു സൈഡും അതിൻ്റെ ആംഗിൾസും സെയിം ആണെങ്കിൽ ബാക്കി രണ്ട് സെയിമും ആംഗിളും എന്തായിരിക്കും, രണ്ട് സൈഡും സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അറിയാം എ ബി ഈക്വൽ ടു ക്യു ആർ ആണ്. അത് നമുക്ക് ഓൾറെഡി ഇതിൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ബാക്കി രണ്ട് സൈഡ് ഈക്വൽ ആയിരിക്കില്ലേ. ബി സി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും, പി ക്യൂവിന് ഈക്വൽ ആയിരിക്കും. എ സി എന്ന് പറയുന്നത് പി ആറിന് ഈക്വൽ ആയിരിക്കും. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള കൺസെപ്റ്റ് ആണ് കേട്ടോ. അതായത് ഒരു വശവും 3 ആംഗിൾസും സെയിം ആണെന്നുണ്ടെങ്കിൽ ബാക്കി രണ്ട് സൈഡ് സെയിം ആയിരിക്കും. അതിൽ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ വെച്ചാൽ ഒന്നാമത്തേൽ 1, 2 എന്നുള്ള പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ രണ്ടാമത്തെ, അപ്പോൾ അതിൽ എൽ എം എൻ എന്ന് പറഞ്ഞിട്ടുള്ള ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞിട്ടൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഇവിടെ എൽ എന്ന് പറയുന്നത് 30 ഡിഗ്രി, എം എന്ന് പറയുന്നത് 80 ഡിഗ്രി. ഇവിടെ എക്സ് 70, വൈ 30 ഡിഗ്രി ആണ്. അപ്പോൾ ബാക്കിയുള്ള അതർ ആംഗിൾസ് കാണണം എന്നാണ് അല്ലേ പറഞ്ഞിട്ടുള്ളത്. ഇത് 3 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതും 3 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഈ എൻ എന്നുള്ള ആംഗിൾ കാണാം. ആംഗിൾ എൻ ഈക്വൽ ടു നമുക്കറിയാം ടോട്ടൽ 180 ആണ്. അതിൽ നിന്ന് ആംഗിൾ എൽ പ്ലസ് ആംഗിൾ എം ഉള്ളത് മൈനസ് ചെയ്യുക. അപ്പോൾ 180 മൈനസ് ആംഗിൾ എൽ എന്ന് പറയുന്നത് 30 ആണ്, ആംഗിൾ എം എന്ന് പറയുന്നത് 80 ആണ്. അപ്പോൾ 180 മൈനസ് 80 പ്ലസ് 30 എന്ന് പറയുന്നത് എത്രയാണ്, 110 ആണ് അല്ലേ. ഈക്വൽ ടു മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 70 ഡിഗ്രി എന്ന് കിട്ടി. ആംഗിൾ എൻ എന്ന് പറയുന്നത് എത്രയാണ്, 70 ഡിഗ്രി എന്ന് കിട്ടി. ഇതിൽ ആംഗിൾ സെഡ് കാണാൻ എന്താ ചെയ്യുക, ആംഗിൾ സെഡ് ഈക്വൽ ടു 180 മൈനസ് ആംഗിൾ എക്സ് പ്ലസ് ആംഗിൾ വൈ ഈക്വൽ ടു 180 മൈനസ് ആംഗിൾ എക്സ് എന്ന് പറയുന്നത് 70 ആണ് പ്ലസ് ആംഗിൾ വൈ എന്ന് പറയുന്നത് 30 ആണ് ഈക്വൽ ടു 180 മൈനസ് 70 പ്ലസ് 30 100 ആണ് അല്ലേ. അപ്പോൾ 80 എന്ന് കിട്ടും. അപ്പോൾ ഈ ആംഗിൾ എത്ര കിട്ടി, 80 ആണെന്ന് കിട്ടി. ഫിഗർ ഒന്ന് നോക്കിയേ, ഇതിലെ 3 ആംഗിൾസ് സെയിം അല്ലേ, 30, 70, 80. ഇവിടെയും 30, 70, 80. അതുപോലെ ഒരു വശവും ഈക്വൽ ആണ്. അപ്പോൾ ഒരു വശവും 3 ആംഗിൾസും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള സൈഡും ഈക്വൽ ആണെന്ന് പറയാം. എൽ എം എന്ന് പറയുന്നത് എന്താണ്, എൽ എം എന്ന് പറയുന്നത് അതെങ്ങനെയാണ് നമുക്ക് കിട്ടുക, എൽ എം. എൽ എമ്മിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾ എത്രയാണ്, 70 ആണല്ലേ. എങ്ങനെ എഴുതാന്ന് കൺഫ്യൂഷൻ ഉള്ളവർക്ക് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ നോക്കിക്കോളൂ. 70ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾ എത്രയാണ്, ഇവിടെ എൽ എം ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 70ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾ എന്താണ്, വൈ സെഡ് ആണ്. ഇനി ഇവിടെ 30ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾ എം എൻ ആണ്. അവിടെ 30ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾ എക്സ് സെഡ് ആണ് കേട്ടോ. ഇവിടെ 80ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾ എൽ എൻ ആണ്.
ഇവിടെ 80ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾ XY ആണ്. അത് മൂന്നും ഈക്വൽ ആയിരിക്കും. എങ്ങനെയാണ്? രണ്ട് ട്രയാങ്കിൾ തന്നിട്ട് അതിൻ്റെ 3 ആംഗിൾസും അതുപോലെ തന്നെ ഒരു സൈഡും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള 2 സൈഡും ഈക്വൽ ആയിരിക്കും. അതെങ്ങനെ എഴുതാന്ന് വെച്ചാൽ ആദ്യം ഇവിടുത്തെ 70 ആണെന്നുണ്ടെങ്കിൽ ഒരേപോലത്തെ ആംഗിൾ എടുക്കുക. അപ്പോൾ ഇവിടെ 70, ഇവിടെ 70. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് ആദ്യം എഴുതാം, ഈ 70ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന എഴുതാം. ഇനി അടുത്ത ഏതെങ്കിലും നമ്പർ ചൂസ് ചെയ്യുക, 80. അപ്പോൾ ഇവിടുത്തെ 80ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതും ഇവിടുത്തെ 80ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് എഴുതാം. അതുപോലെ ഇവിടുത്തെ 30ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതും ഇവിടുത്തെ 30ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് ഈക്വൽ ആക്കിയിട്ട് എഴുതാം. സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തെടുക്കാം. ഇതിലുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ പിക്ചർ ദ ടോപ്പ് 2 sides ആൻഡ് ദ ബോട്ടം സൈഡ്സ് ഓഫ് എ പെൻറ്റഗൺ വിത്ത് ഈക്വൽ ആംഗിൾസ് ആൻഡ് ഈക്വൽ സൈഡ്സ് ആർ എക്സ്റ്റെൻഡഡ് ടു ഫോം എ ട്രയാങ്കിൾ. അപ്പോൾ ഒരു പെൻറ്റഗന്റെ സൈഡ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമ്മൾ എന്താക്കിയിരിക്കണം? ട്രയാങ്കിൾ ആക്കിയേക്കാണ്. ആർ ദ സൈഡ്സ് ഓഫ് ദ സ്മോൾ ട്രയാങ്കിൾസ് ഓൺ ദ ലെഫ്റ്റ് ഈക്വൽ ടു ദ സൈഡ്സ് ഓഫ് ദ സ്മോളർ ട്രയാങ്കിൾ ഓൺ ദ റൈറ്റ് വൈ. അപ്പം ലെഫ്റ്റ് സൈഡിലുള്ള സ്മോളർ ട്രയാങ്കിൾസിൻ്റെ സൈഡും റൈറ്റ് സൈഡിലുള്ള സ്മോളർ ട്രയാങ്കിൾസിൻ്റെ സൈഡും ഈക്വൽ ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആണെന്നുണ്ടെങ്കിൽ തന്നെ വൈ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് തന്നിട്ടുള്ള ഫിഗർ ഇങ്ങനെയാണ് കേട്ടോ. അപ്പം ഞാൻ ഈ പെൻറ്റഗന് ഞാൻ AB നെയിമിങ് കൊടുക്കുകയാണ്. ABCDE എന്നും ഇത് PQ, ഇത്രയും ഭാഗങ്ങൾ നമ്മൾ പേര് കൊടുത്തു. ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പം നമ്മൾ ഇവിടെ 2 ട്രയാങ്കിൾ വരുന്നുണ്ട്. ഏതൊക്കെയാണ്? ട്രയാങ്കിൾ BPCയും അതുപോലെ തന്നെ ട്രയാങ്കിൾ EQD, ഇവിടുത്തെ EEQD. ഇത് രണ്ടും എന്താണെന്ന് പ്രൂവ് ചെയ്യണം? ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് പ്രൂവ് ചെയ്യണം അല്ലേ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു റെഗുലർ പെൻറ്റഗൺ ആക്കിയിട്ട് എടുക്കാം. റെഗുലർ പെൻറ്റഗണിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മളിതൊരു റെഗുലർ പെൻറ്റഗൺ ആക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ റെഗുലർ പെൻറ്റഗൻ്റെ നെയിം ABCDE. അതിൻ്റെ പ്രത്യേകത ഓൾ സൈഡ്സ് ആൻഡ് ആംഗിൾസ് സെയിം. ഓൾ സൈഡ്സ് ആൻഡ് ആംഗിൾസ് സെയിം ആയിരിക്കും നമ്മൾ ഒരു റെഗുലർ പെൻറ്റഗണ് അല്ലേ? ക്ലിയർ ആയില്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ നോക്കാം. BC എന്ന് പറഞ്ഞ പോർഷൻ EDക്ക് ഈക്വൽ ആവില്ലേ? എന്താ കാരണം? ഈ പെൻറ്റഗന്റെ സൈഡ് ഇതും 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 ഇതുമാണ്. അപ്പം ഇതൊക്കെ സെയിം ആണെന്നുണ്ടെങ്കിൽ BC എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? EDക്ക് ഈക്വൽ ആണ്. കാരണം റൈറ്റ് സൈഡിൽ എഴുതി വെക്കുക എന്താണ്? സൈഡ് ഓഫ് എ റെഗുലർ പെൻറ്റഗൺ. സൈഡ് ഓഫ് എ റെഗുലർ പെൻറ്റഗൺ റീസൺ ആണ് കേട്ടോ എഴുതി വെച്ചത്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ BPC എന്ന് പറയണത് എന്തായിരിക്കും? അപ്പം ഞാൻ ഇതിൻ്റെ എല്ലാ ആംഗിൾസും സെയിം ആണെന്ന് പറഞ്ഞു അല്ലേ? അപ്പം എല്ലാ ആംഗിൾസിനും അറിയില്ല, ഇവിടെ നമ്പേഴ്സ് എല്ലാം ലെറ്റർ ഉപയോഗിച്ചിട്ടാണ്. അപ്പം ഇത് X ആണെങ്കിൽ ഇത് X ആയിരിക്കും, ഇതും X ആയിരിക്കും, ഇതും X ആയിരിക്കും, ഇതും X ആയിരിക്കും. ഓക്കെ, നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഒറ്റ സ്ട്രെച്ചിൽ നിൽക്കുകയാണെങ്കിൽ ഈ ഒരു ടോട്ടൽ ഭാഗം എന്ന് പറയുന്നത് എന്താണ്? 180 ആണല്ലേ? അപ്പം ഈ ഒരു ഭാഗം X ആയി എടുക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 180 മൈനസ് X. അപ്പം ഈ ഒരു ഭാഗത്തിന് നമുക്ക് എന്ത് എഴുതാം? 180 മൈനസ് X എന്ന് എഴുതാം. മനസ്സിലായില്ലേ? അപ്പം ആംഗിൾ BPC എന്ന് പറയുന്നത് എന്താണ്? 180 മൈനസ് X. അതിൻ്റെ കാരണം എന്താണ്? നമുക്കറിയാം, ലീനിയർ പെയർ ആണല്ലേ? ലീനിയർ പെയർ. ക്ലിയർ ആയില്ലേ ഇതുവരെ? ഇനി ആംഗിൾ QED എടുക്കാം. QEDയും എന്തായിരിക്കും? 180 മൈനസ് X. കാരണം നോക്കിയാൽ ഇവിടെ X ആണെങ്കിൽ ഇപ്പുറത്ത് എന്തായിരിക്കും? 180 മൈനസ് X ആയിരിക്കും. ഇനി ആംഗിൾ PBC എന്ന് പറയുന്ന ആംഗിൾ QEDക്ക് ഈക്വൽ ആയിരിക്കും. PBC എന്ന് പറഞ്ഞ ആംഗിൾ QEDക്ക് ഈക്വൽ ആയിരിക്കും. PBC എന്ന് പറയുന്ന ആംഗിൾ QEDക്ക് ഈക്വൽ. കാരണം എന്താ? രണ്ടും 180 മൈനസ് X. ഇത്രയും ക്ലിയർ ആയല്ലോ? എഴുതിയെടുക്കാം കേട്ടോ. നമ്മൾ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് നമുക്ക് പറയാനുള്ള ആംഗിൾ BCP. നോക്കുക, BCP ഇത് X ആണെങ്കിൽ ഇതെന്തായിരിക്കും?
180 മൈനസ് എക്സ് 180 മൈനസ് എക്സ് ആംഗിൾ ഇ ഡി ക്യൂ നോക്കാം. ഇ ഡി ക്യൂ ഈ ഭാഗം എക്സ് ആണെങ്കിൽ ഇതെന്തായിരിക്കും 180 മൈനസ് എക്സ് 180 മൈനസ് എക്സ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ബി സി ബി എന്ന് പറയുന്നത് ആംഗിൾ ഇ ഡി ക്യൂ ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. കാര്യങ്ങൾ എഴുതിയെന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ആംഗിൾ ബി ട്രയാങ്കിൾ ബി പി സി ആൻഡ് ട്രയാങ്കിൾ ഇ ക്യു ഡി ആർ സെയിം. എല്ലാ ആംഗിൾസും സെയിം ആണ്, അതുപോലെ തന്നെ എല്ലാ വശങ്ങളും സെയിം ആണ് അല്ലേ? എല്ലാ വശങ്ങളും സെയിം ആണെന്ന് വെച്ചാൽ നമുക്കറിയാം ഈ ഒരു വശവും സെയിം ആണ്. അപ്പൊ നമ്മൾ പഠിച്ച കൺസെപ്റ്റ് എന്താണ്? ഒരു വശവും 3 ആംഗിൾസും സെയിം ആണെങ്കിൽ ബാക്കി 2 വശം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുള്ള കൺസെപ്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 2 സ്മോൾ ട്രയാങ്കിൾസും എന്താണെന്ന് നമുക്ക് പറയാം? ഈക്വൽ ആണെന്ന് പറയാം. അതിലൊരു ക്വസ്റ്റ്യനും കൂടി ചോദിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ആണ്, ആർ ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ് ഓഫ് ദ ലാർജ് ട്രയാങ്കിൾ ഈക്വൽ? വൈ എന്നാണ്. അപ്പൊ ലാർജ് ട്രയാങ്കിളിന്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വൽ ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം എ ബി എന്ന് പറയുന്നത് എ ഇ ആണ് കേട്ടോ. എ ബി എന്ന് പറയുന്നത് എന്താണ്? എ ഇ ആണ്. കാരണം എന്താ? റെഗുലർ പെന്റഗന്റെ സൈഡ് എല്ലാം ഈക്വൽ ആയിരിക്കും. റെഗുലർ പെന്റഗന്റെ സൈഡ് എല്ലാം ഈക്വൽ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ ബി പി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഇ ക്യൂന് ഈക്വൽ ആയിരിക്കും. നോക്കാം, ബി പി എന്ന് പറയുന്നത് ഇ ക്യൂന് ഈക്വൽ ആയിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എ ബി പ്ലസ് ബി പി എന്ന് പറയുന്നത് എന്താണ്? എ ബി പ്ലസ് ബി പി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? എ ഇ പ്ലസ് ഇ ക്യൂന് ഈക്വൽ ആയിരിക്കും. എ ഇ പ്ലസ് ഇ ക്യൂന് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എ പി എന്ന് പറയുന്നത് എ ക്യൂനും ഈക്വൽ ആയിരിക്കില്ലേ? നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഈ ഒരു വലിയ സൈഡ് ഈ ഒരു സൈഡും ഈക്വൽ ആണോ എന്നാണ്. അപ്പൊ ഈ സൈഡും ഈക്വൽ ആണ്. കാരണം എന്താണ്? റെഗുലർ പെന്റഗന്റെ സൈഡ് ആണ് അല്ലെ? നമ്മൾ ഈ ഒരു ട്രയാങ്കിളിൽ നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തിട്ടുണ്ട് പി ബി എന്ന് പറയുന്നത് ഇ ക്യൂന് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതേ പ്ലസ് ഇതെന്ന് പറയുന്നതും ഇതേ പ്ലസ് ഇതും ഈക്വൽ ആണെങ്കിൽ എ ബി എന്ന് പറയുന്നത് എ ക്യൂന് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇത്രയും എഴുതി വെച്ചാൽ മതി കേട്ടോ ആ ഒരു ക്വസ്റ്റ്യന്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് തേർഡ് ക്വസ്റ്റ്യൻ. ദ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഈക്വൽ ടു ദ സൈഡ്സ് ഓഫ് ദ അനദർ ട്രയാങ്കിൾ. 2 ട്രയാങ്കിൾ എടുത്തു, അതിന്റെ 2 ട്രയാങ്കിളിന്റെ സൈഡ്സ് എല്ലാം ഈക്വൽ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഈസ് ദ ഹൈറ്റ് ഫ്രം ഈച്ച് ഓഫ് ദ 1 ട്രയാങ്കിൾ ടു ദ ഓപ്പോസിറ്റ് വെർട്ടെക്സ് ഈക്വൽ ടു ദ ഹൈറ്റ് ഫ്രം ദ ഈക്വൽ സൈഡ് ഓഫ് ദ അതർ ട്രയാങ്കിൾസ് ടു ഇറ്റ്സ് ഓപ്പോസിറ്റ് വെർട്ടെക്സ്. അപ്പൊ നിങ്ങൾക്ക് ഒന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്ക് ഫിഗർ ഒന്ന് വരച്ച് കാണിച്ചു തരാം. അപ്പൊ ആദ്യത്തെ ട്രയാങ്കിൾ കേട്ടോ, ഇതാണ് ആദ്യത്തെ ട്രയാങ്കിൾ. അതിന് ഒരു ഹൈറ്റ് ഉണ്ടല്ലേ? അപ്പോൾ എ ബി സി എന്നുള്ള ട്രയാങ്കിൾ ഇവിടെ ഒരു പുതിയത് ഫോം ചെയ്തപ്പോൾ ഡി എന്നതാക്കി. ഇനി ഇതേ സെയിം ലെങ്ത് ഉള്ളത് വേറെ രീതിയിൽ വരച്ചു എന്നുള്ളൂ. അപ്പൊ അതിന്റെ ഹൈറ്റ് ആണ് ഈ കൊടുത്തിട്ടുള്ളത്. ഇതിന് നമ്മൾ പേര് കൊടുക്കുന്നത് പി ക്യു ആർ എസ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഒരു വശവും അതുപോലെ തന്നെ ഈ ഒരു വശവും ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മളെ ഈ ഒരു വശവും ഈക്വൽ ആയിരിക്കും. ഈ ഒരു വശവും ഈക്വൽ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ക്ലിയർ ആയല്ലോ? ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിന്റെ ഹൈറ്റ് ആയിട്ടുള്ള ഡി സിയും ഇതിന്റെ ഹൈറ്റ് ആയിട്ടുള്ള പി എസും ഉൾപ്പെടുന്ന ഒരു ട്രയാങ്കിൾ വേണം നമ്മൾ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാനിവിടെ എടുക്കുന്ന ട്രയാങ്കിൾ, കൺസിഡർ ദി ട്രയാങ്കിൾ ഏതൊക്കെയാണ്? എ ഡി സി. ഇതിന്ന് എടുത്തത് എ ഡി സി ആണ്. ഇതിന്ന് എടുത്തത് ട്രയാങ്കിൾ പി എസ് ക്യൂ. നോക്കാം, പി എസ് ക്യൂ. അപ്പൊ നമ്മുടെ ഹൈറ്റ് ഉൾപ്പെട്ടിട്ടുണ്ട് അല്ലേ? ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ശ്രദ്ധിക്കുക, 2 ട്രയാങ്കിൾസ് അത് വേറെ രീതിയിലാണ് വരച്ചിട്ടുള്ളത്. അതിന്റെ സൈഡ്സ് എല്ലാം പക്ഷെ എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ ഫസ്റ്റ് ട്രയാങ്കിളിന്റെ ഹൈറ്റും സെക്കൻഡ് ട്രയാങ്കിളിന്റെ ഹൈറ്റും ഒന്ന് കൺസിഡർ ചെയ്യുക.
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഹൈറ്റ് കൺസിഡർ ചെയ്തിട്ട് വരുന്ന ട്രയാങ്കിൾസ് തമ്മിൽ എന്താണ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇസ് ദ ഹൈറ്റ് ഫ്രം ഈച്ച് സൈഡ് ഓഫ് വൺ ട്രയാങ്കിൾ ടു ദ ഓപ്പോസിറ്റ് വെർട്ടെക്സ് ഈസ് ഈക്വൽ ടു ദ ഹൈറ്റ് ഫ്രം ദ ഈക്വൽ സൈഡ് ഓഫ് ദ അതർ ട്രയാങ്കിൾ ടു ഇറ്റ്സ് ഓപ്പോസിറ്റ് വെർട്ടെക്സ്. ഈ ഹൈറ്റ് സെയിം ആണെന്ന്, ഇതിന്റെ ഹൈറ്റും സെയിം ആണെന്ന് പ്രൂവ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം എ ബി എന്ന് പറയുന്നത് എന്താണ്, ക്യു ആറിന് ഈക്വൽ അല്ലേ. നോക്കുക, എ ബി എന്ന് പറയുന്നത് ക്യു ആറിന് ഈക്വൽ ആണ്, നമ്മൾ എഴുതിയിട്ടുണ്ട്. ബി സി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്, പി ആറിന് ഈക്വൽ ആണ്. അതുപോലെ തന്നെ എ സി എന്ന് പറയുന്നത് പി ക്യൂന് ഈക്വൽ ആണ്. എ സി എന്ന് പറയുന്നത് പി ക്യൂന് ഈക്വൽ ആണ്. നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഫിഗറിൽ. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ആംഗിൾ എ എന്ന് പറയുന്നത് ആംഗിൾ ക്യൂവിന് ഈക്വൽ ആയിരിക്കും. ആംഗിൾ എ എന്ന് പറയുന്നത് ആംഗിൾ ക്യൂവിന് ഈക്വൽ ആയിരിക്കും. കാരണം എന്താ, ഈക്വൽ ആയ വശത്തിന് ഓപ്പോസിറ്റ് ഉള്ള സെയിം ആംഗിൾ. ഇതിൽ നമ്മൾ നോക്കുക, സി ബി എന്ന് അല്ലെങ്കിൽ ബി സി എന്ന് പറഞ്ഞ ആംഗിളും പി ആർ എന്ന ആംഗിളും ആ സൈഡും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ബി സിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിളാണ് ആംഗിൾ എ എന്ന് പറയുന്നത്. പി ആറിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾ ക്യൂ ആണ്. അത് രണ്ടും ഈക്വൽ ആയിരിക്കും. നമ്മൾ ആദ്യം പഠിച്ച കൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ. ആംഗിൾ എ സി ഡി എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, എ സി ഡി എന്ന് പറയുന്നത് എന്തായിരിക്കും, നമുക്കറിയാം. ഈ ഒരു ട്രയാങ്കിൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതെന്താണ്, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അതിന്റെ ഒരു സൈഡ് എന്തായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും അല്ലെ. ഈ ഒരു ഭാഗം 90 ആണെന്നുണ്ടെങ്കിൽ ടോട്ടൽ 180 ആണ് അല്ലെ. ടോട്ടൽ 180 ആണ് നമുക്കറിയാം. അപ്പൊ ടോട്ടൽ 180 മൈനസ് ഒരു ആംഗിൾ എത്രയാണ്, 90 ആണ്, പ്ലസ് പിന്നെ അറിയാത്ത ആംഗിൾ ഏതാണ്, ആംഗിൾ എ. ക്ലിയർ ആയല്ലോ. ഇനി ആംഗിൾ ക്യു പി എസ് അതും അതുപോലെ തന്നെ എടുക്കുക. നോക്കുക, ക്യു പി എസ്. അപ്പൊ ഈ ഒരു ആംഗിൾ 90 ആണെന്ന് നമുക്കറിയാം. അപ്പൊ ടോട്ടൽ 180 മൈനസ് 90 പ്ലസ് ആംഗിൾ ക്യു പി എസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ബാക്കി ആംഗിൾ എത്രയാ, ആംഗിൾ ക്യു. ഓക്കെ, ഇത്രയും ഭാഗം ക്ലിയർ ആയല്ലോ. പക്ഷെ നമ്മൾ എഴുതിയിട്ടുണ്ട് ആംഗിൾ എ എന്ന് പറയുന്നത് ആംഗിൾ ക്യൂവിന് ഈക്വൽ ആണെന്ന് എഴുതിയിട്ടുണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ക്യു പി എസിനെ നമുക്ക് മാറ്റി എഴുതാം, ഈക്വൽ ടു 180 മൈനസ് 90 പ്ലസ് ആംഗിൾ എ. 180 മൈനസ് 90 പ്ലസ് ആംഗിൾ എ എന്ന് നമുക്ക് എഴുതാം. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ സി ഡി, ഇപ്പൊ രണ്ടും സെയിം ആയി കിട്ടിയില്ലേ. ആംഗിൾ എ സി ഡി എന്ന് പറയുന്നത് ആംഗിൾ ക്യു പി എസ്. നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് ആംഗിൾ എ സി ഡി എന്ന് പറയുന്നത് 180 മൈനസ് 90 പ്ലസ് ആംഗിൾ എ ആണ്. ആംഗിൾ ക്യു പി എസ് എന്ന് പറയുന്നത് 180 മൈനസ് 90 പ്ലസ് ആംഗിൾ എ എന്നാണ് തൊട്ട് മുന്നേ കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ സി ഡി ഈക്വൽ ടു ആംഗിൾ ക്യു പി എസ് എന്ന് നമുക്ക് എടുത്ത് എഴുതാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. 3 കാര്യങ്ങൾ ഈക്വൽ ആണ്. എ സി എന്ന് പറയുന്നത് പി ക്യൂന് ഈക്വൽ ആണ്. ആംഗിൾ എ എന്ന് പറയുന്നത് ആംഗിൾ ക്യൂക്ക് ഈക്വൽ ആണ്. ആംഗിൾ എ സി ഡി എന്ന് പറയുന്നത് ആംഗിൾ ക്യു പി എസിന് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് ട്രയാങ്കിൾസും എന്താണ്, ഈക്വൽ ആണ്. ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ. ചോദിച്ചിട്ടുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്, ആർ ദ ഏരിയാസ് ഓഫ് ദ 2 ട്രയാങ്കിൾസ് ഈക്വൽ വൈ. ആ രണ്ട് ട്രയാങ്കിൾസിന്റെ ഏരിയാസ് ഇപ്പൊ നമ്മൾ ഫിഗർ വരച്ച് കാണിച്ചതല്ലോ, ആ രണ്ട് ട്രയാങ്കിൾസിന്റെ ഏരിയാസ് ഈക്വൽ ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് ട്രയാങ്കിളിന്റെ ഏരിയ ഞാൻ ഫിഗർ ഇനി വരയ്ക്കുന്നില്ല കേട്ടോ. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്നത് എന്താണ്, ഹാഫ് ബി എച്ച് ആണ്. അങ്ങനെയാണെങ്കിൽ ഹാഫ് ബേസിന്റെ സ്ഥാനത്ത് എടുക്കുന്നത് എന്താണ്, എ ബി ആണ് അല്ലെ. എ ബി ആണ്. പിന്നെ എച്ച് ഹൈറ്റ് സി ഡി ആയിരുന്നു. ഫസ്റ്റ് ട്രയാങ്കിളിന്റെ ഹൈറ്റ് സി ഡി ആയിരുന്നു. ഇനി മറ്റേ ട്രയാങ്കിൾ ഏതാ, നമ്മുടെ രണ്ടാമത്തെ ട്രയാങ്കിൾ നമ്മൾ പേര് കൊടുത്തത് പി ക്യു ആർ എന്നാണ്. അപ്പൊ ഏരിയ കാണാനുള്ള ഫോർമുല ഹാഫ് ബി എച്ച് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ആ ട്രയാങ്കിളിന്റെ ബേസ് ആയിട്ട് വരുന്നത് ക്യു ആർ ആയിരുന്നു, ഇൻറ്റു ഹൈറ്റ് നമ്മൾ കൊടുത്തത് എന്താ, പി എസ് ആണ് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പി എസും സി ഡിയും ഹൈറ്റ് കൺസിഡർ ചെയ്തിട്ട് വേണം ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം അറിയാം, ഈ ക്യു ആർ എന്ന് പറയുന്നത് എ ബിക്ക് ഈക്വൽ ആണ്. അതുപോലെ തന്നെ പി എസ് എന്ന് പറയുന്നത് സി ഡിക്ക് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് പി ക്യു ആർ എന്ന് പറയുന്നത് നമുക്ക് മാറ്റി എഴുതാം.
ഏരിയ ഓഫ് പി ക്യു ആർ നമുക്ക് ട്രയാങ്കിൾ പി ക്യു ആർ നമുക്ക് മാറ്റി എഴുതാം ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ക്യു ആറിനെ നമുക്ക് എന്ത് എഴുതാം എ ബി എന്ന് എഴുതാം പി എസിനെ നമുക്ക് സി ഡി എന്ന് എഴുതാം. ഇപ്പൊ നോക്ക് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സിയും ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി ഡിയും ഈക്വൽ അല്ലേ? അപ്പൊ എന്താ എഴുതാം ഏരിയ therefore ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ. ഇത്രയും കാര്യങ്ങൾ എടുത്തെഴുതാം.